ഇന്നത്തെ വിപണിയിൽ ബജാജ് ഓട്ടോയെ സംബന്ധിച്ച് 2% ഇടിവാണ് പ്രകടമാക്കുന്നത് എങ്കിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നല്ലൊരു മുന്നേറ്റമായിരുന്നു ഓഹരിയിൽ പ്രകടമായത്. നമുക്കറിയാം, കമ്പനി അവരുടെ ഷെയർ ബൈബാക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെൻഡർ കോട്ട് വഴി 4000 കോടി രൂപയുടെ ഓഹരികളായിരുന്നു വാങ്ങാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഓഹരി ഒന്നിന് 10,000 രൂപ നിരക്കിലാണ് ബൈബാക്ക് നടത്തുന്നത്. ഫെബ്രുവരി 29-നാണ് ബൈബാക്കിന്റെ പ്രപ്പോസൽ ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നിലവിൽ ബജാജ് ഓട്ടോയുടെ ഓഹരികൾ 8,300 രൂപ നിരക്കിലാണ് വ്യാപാരം നടത്തുന്നത്. 2 വർഷത്തിനിടയിൽ ഇത് രണ്ടാമത്തെ തവണയാണ് ബജാജ് ഓട്ടോ ഓഹരികൾ തിരിച്ചു വാങ്ങുന്നത്. നിലവിൽ വെള്ളിയാഴ്ചത്തേക്ക് ഒരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 20% പ്രീമിയത്തോട് കൂടിയിട്ടാണ് ഓഹരികൾ തിരിച്ചു വാങ്ങുന്നത്. ഈ ഒരു അവസരം നിക്ഷേപകർക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ തന്നെ ഈ ഒരു കമ്പനി തങ്ങളുടെ ഓഹരികൾ തിരിച്ചു വാങ്ങുക എന്ന് പറയുമ്പോൾ അവരിൽ തന്നെ അവർക്ക് ആത്മവിശ്വാസം കൂടുന്നു എന്നുള്ളത് കൂടി അർത്ഥമാക്കുന്നുണ്ട്. 2023-ൽ ബജാജ് ഓട്ടോ ഒരു ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി അവതരിപ്പിച്ചിരുന്നു. ഈ ഒരു പോളിസിയുടെ കൂടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു ബൈബാക്ക് നടത്തുന്നത്. 2022-ൽ 2,500 കോടി രൂപയ്ക്ക് ഓഹരി ഒന്നിന് 4,600 രൂപ നിരക്കിലായിരുന്നു ആദ്യമായിട്ട് കമ്പനി ഓഹരികൾ തിരിച്ചു വാങ്ങിയത്. അപ്പോൾ 2 വർഷത്തിനിടയ്ക്ക് വീണ്ടും ഒരു ബൈബാക്കിന് തീരുമാനിച്ചത് ഓഹരിയിലുള്ള നിക്ഷേപകരുടെ കോൺഫിഡൻസ് കൂട്ടേണ്ടതുണ്ടോ? സാധാരണയായി ഓഹരി 2 രീതിയിൽ കമ്പനിക്ക് തിരിച്ചു വാങ്ങാം. ഒന്ന്, ഇപ്പോൾ ബജാജ് ഓട്ടോ ചെയ്യുന്നത് പോലെ ടെൻഡർ റൂട്ട് വഴി വാങ്ങിക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മുകളിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുന്നേ കൂട്ടി ഒരു ഡേറ്റ് നിശ്ചയിച്ചൊരു വിലയിലായിരിക്കും തിരികെ വാങ്ങുന്നത്. അങ്ങനെ പ്രൈസ് നിശ്ചയിക്കുമ്പോൾ പ്രീമിയം പ്രൈസിൽ തന്നെയായിരിക്കും തീരുമാനിക്കുക. അതോടൊപ്പം അത് എന്ന് വാങ്ങും, എത്ര ഓഹരികൾ വാങ്ങുന്നു എന്നതിന്റെ ഒക്കെ തന്നെ വിവരങ്ങൾ നിക്ഷേപകർക്ക് അറിയാൻ സാധിക്കും. മാത്രമല്ല, റെക്കോർഡ് ഡേറ്റ് നിശ്ചയിക്കുമ്പോൾ എത്ര ഓഹരികൾ ഇത്തരത്തിൽ ടെൻഡർ ചെയ്യാൻ പറ്റും എന്നതിന്റെ ഡീറ്റെയിൽസും നിക്ഷേപകന് ലഭിക്കുന്നുണ്ട്. ഇനി ഓപ്പൺ മാർക്കറ്റ് വഴി ഷെയർ ബൈബാക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു പരിമിതി ഉണ്ടാകും. ഉദാഹരണത്തിന്, കമ്പനി ഓപ്പൺ മാർക്കറ്റിലൂടെ ഓഹരികൾ തിരികെ വാങ്ങുമ്പോൾ എത്ര ഓഹരികൾ തിരികെ വാങ്ങുന്നു, എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത്, ഏത് ദിവസമാണ് വാങ്ങുന്നത് എന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ സാധിക്കില്ല. അതുമാത്രമല്ല, ഓഹരിയുടെ അപ്പോഴത്തെ ഒരു കറന്റ് മാർക്കറ്റ് പ്രൈസിന് വാങ്ങുന്നതിനാൽ നിക്ഷേപകരെ സംബന്ധിച്ച് ടെൻഡർ റൂട്ട് വഴി ലഭിക്കുന്ന ഒരു പ്രോഫിറ്റ് ലഭിക്കില്ല. 2019-ൽ ഇൻഫോസിസ് ഇത്തരത്തിൽ ഓപ്പൺ മാർക്കറ്റ് വഴി ഓഹരികൾ തിരിച്ചു വാങ്ങിയത് ഇതിനൊരു ഉദാഹരണമാണ്. അന്ന് ഇൻഫോസിസ് 8,260 കോടി രൂപയ്ക്കാണ് ഓഹരികൾ തിരിച്ചു വാങ്ങിയത്. പിന്നീട് 2 വർഷം കഴിഞ്ഞ് 2021-ൽ 9,200 കോടി രൂപയുടെ ഓഹരികൾ കൂടി ഇത്തരത്തിൽ ഓപ്പൺ മാർക്കറ്റ് വഴി ബൈബാക്ക് ചെയ്തിരുന്നു. ഇനി ബൈബാക്ക് കൊണ്ട് ശരിക്കും കമ്പനിക്കും നിക്ഷേപകർക്കും എന്താണ് പ്രയോജനമെന്ന് മനസ്സിലാക്കാം. ഓഹരികൾ തിരിച്ചു വാങ്ങുന്നത് കമ്പനിക്കും അതുപോലെ തന്നെ കമ്പനിയിൽ നിക്ഷേപമുള്ളവർക്കും ഒരുപോലെ ഗുണകരമാണ് എന്നാണ് കോട്ടക് സെക്യൂരിറ്റീസിലെ റീറ്റെയിൽ ഇക്വിറ്റി റിസർച്ച് ഹെഡ് ശ്രീകാന്ത് ചൗഹാൻ അഭിപ്രായപ്പെടുന്നത്. പ്രത്യേകിച്ചും ടെൻഡർ റൂട്ട് വഴി ഇത്തരത്തിൽ ഓഹരികൾ തിരിച്ചു വാങ്ങുന്നത് നിക്ഷേപകർക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. കമ്പനി അവരുടെ ബിസിനസ്സിൽ കൂടുതൽ കോൺഫിഡന്റ് ആണ് എന്നതാണ് ഒരു പോസിറ്റീവ് ഫാക്ടർ. മറ്റൊരു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചാൽ, ഓഹരികൾ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സമയത്ത് കമ്പനി ആ അവസരം പ്രയോജനപ്പെടുത്തുന്നു എന്നാണ്. നമ്മൾ നിക്ഷേപകർ എപ്പോഴും ഫണ്ടമെന്റലി സ്ട്രോങ് ആയ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നത് തീർച്ചയായിട്ടും ആ ഓഹരി ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ ആയിരിക്കും. കമ്പനികളും അത്തരമൊരു ഓപ്പർച്യൂണിറ്റി പ്രയോജനപ്പെടുത്തും. മറ്റൊരു സാധ്യത, കമ്പനിയുടെ ഫ്രീ ക്യാഷിന് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഉപയോഗം വരുന്നില്ല എങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡും അത്തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് ആയിട്ടൊക്കെ തന്നെ തിരികെ നൽകുന്നതിന് പകരമായി ഈ ക്യാഷ് ഇത്തരത്തിൽ വിനിയോഗിക്കും എന്നതാണ്. ഒരു ഇൻവെസ്റ്റർ ബൈബാക്ക് സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബൈബാക്ക് മൂല്യവത്താണോ എന്നതാവണം. ഒപ്പം ബൈബാക്കിന് പിന്നിലുള്ള കമ്പനിയുടെ മോട്ടീവ്സ് അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ് എന്നതുകൂടി അറിഞ്ഞിരിക്കണം. ബൈബാക്ക് കൊണ്ടുള്ള കമ്പനിക്ക് ഉണ്ടാകുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് ഓഹരിയുടെ പ്രോഫിറ്റബിലിറ്റി മെഷർ ആയിട്ടുള്ള EPS അഥവാ ഏർണിംഗ്സ് പെർ ഷെയർ വർദ്ധിക്കും എന്നതാണ്. നിക്ഷേപകർക്കാകട്ടെ കൈവശമുള്ള ഷെയർസിന് കൂടുതൽ റിട്ടേൺസ് ലഭിക്കുന്നു എന്നതും ഒരു പോസിറ്റീവ് ഫാക്ടറാണ്. ഇനി ബൈബാക്കിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് കൂടി നോക്കാം. ഇപ്പോൾ കമ്പനി കടമെടുത്താണ് ഓഹരി തിരികെ വാങ്ങുന്നതെങ്കിൽ അതിന്റെ ഫിനാൻഷ്യൽ ലിവറേജ് വർദ്ധിക്കുകയും നിക്ഷേപകരെ സംബന്ധിച്ച് അത് റിസ്ക് ഫാക്ടറായിട്ട് ഉയരുകയും ചെയ്യുന്നതാണ് BSEയുടെ ഫോമർ ചെയർമാനും മാനേജിംഗ് പാർട്ണറുമായിട്ടുള്ള രവി രഞ്ജൻ ഓർമ്മിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ഏത് ഫണ്ട് ഉപയോഗിച്ചാണ് ബൈബാക്ക് ചെയ്യുന്നത് എന്ന് നിക്ഷേപകർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വിപണിയിൽ ഇത്തരത്തിലൊരു കമ്പനി ബൈബാക്ക് പ്രഖ്യാപിക്കുമ്പോൾ ബൈബാക്ക് നടക്കുന്നതിന് മുൻപും ശേഷവും ഓഹരിയിൽ ഒരു ചലനമുണ്ടാകാറുണ്ട്. ഇവിടെ ബജാജ് ഓട്ടോയുടെ കാര്യം തന്നെ പരിഗണിച്ചാൽ കഴിഞ്ഞ ദിവസം ഓഹരി ഒരു പുതിയ റെക്കോർഡ് ഹൈയിലേക്ക് കുതിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. 8,650 രൂപയിലേക്കാണ് ഓഹരി കുതിച്ചത്.
ബൈബാക്ക് അനൗൺസ്മെന്റിന് മുൻപ് സാധാരണയായി ഓഹരി വില ഒരു അപ്വാർഡ് മൊമെന്റം തന്നെയാണ് കാണാറ്. ബൈബാക്കിന് ശേഷം ഷോർട്ട് ടേമിൽ ഈ ഒരു പ്രൈസിൽ മുന്നേറ്റം തുടരാറുണ്ട്. ബൈബാക്കിലൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസിന്റെ എണ്ണം കുറയുകയും അതുവഴി നേരത്തെ സൂചിപ്പിച്ച പോലെ EPS കൂടുകയും ചെയ്യുന്നത് സ്റ്റോക്കിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കും. നേരെ മറിച്ച് കമ്പനി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് മതിയായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ റിസോഴ്സസ് വിനിയോഗിക്കാഞ്ഞിട്ടോ ഒക്കെ ആണെങ്കിൽ കാലക്രമേണ ഓഹരി വില ഇടിയുന്നതിലേക്കും നയിച്ചേക്കാം. അതിനാൽ തന്നെ ബൈബാക്കിന് പിന്നുള്ള കമ്പനിയുടെ മോട്ടീവ്സും ഒപ്പം ഈ ഒരു ഫാക്ടേഴ്സ് കൂടി നിക്ഷേപകർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പൊതുവെ ഡിസംബർ പാദത്തിലെ കമ്പനിയുടെ പ്രകടനം വിലയിരുത്തി വിവിധ ബ്രോക്കറേജുകൾ കമ്പനിക്ക് സമ്മിശ്രമായിട്ടുള്ള ഒരു സ്റ്റാൻസ് ആയിരുന്നു നൽകിയിരുന്നത്. മോത്തിലാലിനെ സംബന്ധിച്ച് ഒരു ന്യൂട്രൽ സ്റ്റാൻസ് ആണ് സ്വീകരിച്ചത്. 6% ഡൗൺ സൈഡ് പൊട്ടൻഷ്യൽ ആയിരുന്നു ഓഹരിക്ക് നൽകിയത്. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് തലത്തിൽ നോക്കുമ്പോൾ 2 വീലർ വോളിയം ഒക്കെ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. എക്സ്പോർട്ടിലും ഗ്രാജുവൽ ആയിട്ടുള്ള റിക്കവറി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇലക്ട്രിക് 2 വീലർ മാർക്കറ്റിൽ മുന്നോട്ടേക്ക് ഒരു വളർച്ച രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിക്കുമെന്നും ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നുണ്ട്. ലോങ് ടേമിൽ മാർക്കറ്റ് ഷെയർ ഗെയിൻ ചെയ്യുന്നതിനുള്ള പൊട്ടൻഷ്യൽ കമ്പനിക്ക് ഉണ്ട് താനും. പക്ഷേ ബജാജിന്റെ പ്രീമിയം മോട്ടോർ സൈക്കിൾ ഒപ്പം തന്നെ 3 വീലേഴ്സ് എന്നീ സെഗ്മെന്റുകൾ ഒക്കെ പരിഗണിക്കുമ്പോൾ EV സെക്ടർ ഒരു വെല്ലുവിളിയായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മോത്തിലാൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ശക്തമായിട്ടുള്ള ഒരു നമ്പേഴ്സ് പുറത്തു വന്നത് കണക്കിലെടുത്ത് ജെഫറീസ് സ്റ്റോക്കിന് 9,000 രൂപ ടാർഗറ്റ് പ്രൈസ് നിശ്ചയിച്ച ഒരു ബൈ ശുപാർശ നൽകിയിരുന്നു. പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള മോർഗൻ സ്റ്റാൻലി ഓവർവെയ്റ്റ് സ്റ്റാൻഡ്സും നൽകി ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ വിപണിയിൽ ബജാജ് ഓട്ടോയെ സംബന്ധിച്ച ഒരു ഇടിവിൽ തുടരുമ്പോൾ ബജാജിന്റെ കൂടുതൽ ടെക്നിക്കൽ സൈഡ് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബജാജ് നോക്കുകയാണെങ്കിൽ 8,284 എന്ന് പറയുന്നൊരു ലെവലിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ 2.6% ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ബജാജിൻ്റെ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ 8,194 എന്ന് പറയുന്ന ലെവലിലാണ്. ഇന്നൊരു 175.35 രൂപയുടെ ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇനി വാച്ച് ചെയ്യേണ്ട ലെവൽസ് നോക്കുകയാണെങ്കിൽ ബജാജ് ഓട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന നല്ലൊരു സപ്പോർട്ട് 8,248 മെയിൻ. സ്ട്രോങ് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 8,142 എന്ന് പറയുന്ന ലെവൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മളൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. എന്നാൽ ലോങ് എൻട്രിക്കായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോഴും മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് ഇതിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിനി മെയിനായിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽസൊക്കെ നോക്കുകയാണെങ്കിൽ അപ്സൈഡിലേക്കാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ കാണാൻ സാധിക്കുന്നത് 8,378 എന്ന് പറയുന്ന ലെവലാണ്. അതുപോലെ തന്നെ പിന്നീട് നമുക്കൊരു റെസിസ്റ്റൻസ് ലെവൽ വരുന്നത് 8,439. അതിനുശേഷം നമുക്ക് 8,520 എന്ന് പറയുന്ന ലെവലൊക്കെ എടുക്കാം. പിന്നെ വോൾ ടൈം ഹൈ ആയ 8,651 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ഇന്ന് വാച്ച് ചെയ്യേണ്ട ലെവൽസ് നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് 8,252 എന്ന് പറയുന്ന ലെവൽ വാച്ച് ചെയ്യാവുന്നതാണ്. റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് എടുക്കേണ്ടത് 8,344 എന്ന് പറയുന്ന ലെവൽ എടുക്കാം. സെക്കൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് 8,378 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ നമുക്കിതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ 5.80% ഒരു നേട്ടം നേടിയൊരു ഓഹരിയാണ് ബജാജ് ഓട്ടോയുടെ. അതുപോലെ കഴിഞ്ഞ 3 മാസത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 45.85% നേട്ടം നേടാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 112.69% ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബൈ ആണ് നമുക്ക് കിട്ടുന്ന സിഗ്നൽ. അതുപോലെ തന്നെ അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ അപ്സൈഡിലേക്കാണെങ്കിൽ ഇവർ പറയുന്നത് അപ്സൈഡിലേക്കാണ് ഇവർ പറയുന്നത് 9,400 എന്ന് പറയുന്ന ലെവൽ പറയുന്നുണ്ട്. ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 7,431 അതുപോലെ തന്നെ 5,000 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്ക് ബജാജ് ഓട്ടോയിൽ വാച്ച് ചെയ്യാവുന്നതാണ്.